അവര് പോയല്ലോ അല്ലേ? എവിടെ 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 എവിടെ? ഓക്കെ ഓക്കെ. എടാ എടാ മേലില് വാടാ, ഇവിടെ വാടാ, ഇവിടെ വാടാ, ഇവിടെ വന്നാൽ നമുക്ക് കിട്ടും. എടാ ഇവിടെ വാ, മേലില് വാ, മേലിലെ കുത്ത്, മേലിലെ കുത്ത്, വാ വാ വാ. എടാ ലെഗസി വണ്ടി എടുത്ത് ഇവിടെ ഈ ട്രാക്ക് നോക്ക്. ട്രാക്കിൽ വണ്ടി ഉണ്ടേ, അടിച്ചാ കിട്ടും, ട്രാക്കിൽ അടിച്ചാ കിട്ടും. എടാ നമ്മുടെ ഒറ്റ വണ്ടിയായിട്ട് ഇരിക്കണം, അതിനെ ടാർഗറ്റ് ചെയ്യണ്ടേ, നോക്കണേ, ബാക്കപ്പ് കൊടുക്കണേ. എടാ വണ്ടി കയറി, നമ്മുടെ മേലിലെ കുത്തും, വണ്ടി കയറി, വേഗം വണ്ടി കയറി. എടാ ലെഗസി എടാ ഇതാരാ ചത്ത് കിടക്കുന്ന ആരോ ഇവിടെ? ഇതെങ്ങനെ ചത്ത്? വണ്ടി ഇടിച്ചു കൊന്നതാണോ? എടാ നിങ്ങൾ ആരോ ഒരാൾ വീഡിയോ ചെയ്തടാ, അങ്ങനെ അവൻ ചത്ത്. അവൻ അല്ലാണ്ട് ചാവത്തില്ല, വീഡിയോ ചെയ്തതാ. നിങ്ങൾ ഇതാ ഈ എടാ ആരാ കൊന്നേ? മനസ്സിലായി. ലെഗസി വണ്ടി ഇടിച്ചാ ചത്തേക്കുന്നേ. എടാ നിങ്ങൾ, ഞാൻ ഒന്നുകൂടെ പറയാം, നിങ്ങൾ അഗ്രസീവ് ആയിട്ട് കൊണ്ടുവെത്തുമ്പോ ഒന്ന് മറ്റേ വണ്ടിയെ കൊണ്ട് കുത്തല്ല, കൂടെ ഉള്ളവർ ചാവുക. മലരിത് എന്താണിത്? എടാ വണ്ടി ഇടിച്ച്, സ്വന്തം വണ്ടി ഇടിച്ച് ചത്താടാ, പീടി ഒന്നുമില്ല. അല്ല ഹോൾഡാ. ലെഗസിക്ക് കയറാനൊന്നും പറ്റത്തില്ലടാ, കാരണം പറയ്. അല്ല എടാ ഹോൾഡാ, മൂവ് ചെയ്യല്ലേ. എന്താ പ്രശ്നം? എന്താ ജി അടിച്ച് ഓണാക്കണം. നീ എടാ ഹോൾഡാ, വെടി വെക്കല്ലേ, ഹോൾഡാണ് കൺസൈൻമെന്റ്. അല്ല നിങ്ങൾക്ക് തിരിച്ച് കേറാൻ പറ്റുമോ? POV കാണിച്ചു കൊടുത്തോ? എന്നാ VC ചെല്ലേ. ആര് പറയണ്ട, റേഡിയോയിൽ പറയണ്ട, അവര് ഇതാവും എന്ന് വെച്ചാ ഇച്ചിരി കൂടി പാനിക് ആവും. ബാക്കിലത്തെ വണ്ടിയെ പിടിച്ചോ, ബാക്കിലത്തെ വണ്ടിയെ പിറ്റ് ചെയ്ത് മറിച്ചിട്. ഫാക്ടറി അവര് ചിലപ്പോ കുത്തുമായിരിക്കും, നമ്മൾ അവിടെ ഫൈറ്റ് എടുക്കണ്ട. ലാസ്റ്റ് വണ്ടി ലോക്കി ഇറങ്ങി അടിക്കാൻ റെഡി ആയിക്കോ. ഒരു വണ്ടി ഇച്ചിരി ഫ്രണ്ടേ പോയി നിക്ക്. പിടിക്കടാ. എടാ സാഗറെ കോള് കാണാ, നമ്മളിപ്പതാ എടുക്കാം. സാഗറെ നീ നോക്ക്, നിന്റെ കോള് കിട്ടണം, ഓൺ ഫുട്ടൊക്കെ. റെഡിയാണോ അമ്മായി? റെഡിയാണോ? നമുക്ക് ഇല്ല അവര് എവിടെ? എടാ നീ പെട്ടോ? അമ്മായി വാ, ബാക്കപ്പ്. എടാ ഞാൻ ക്വാർട്ടറിന്റെ അടുത്ത് ഇതാടാ ഞാൻ പറഞ്ഞത്. ക്വാർട്ടറിനെ എടുത്ത് മൈൻഡ് ആക്കണ്ട പോട്ട്. ഞാൻ ഇതാ പറഞ്ഞു, ക്വാർട്ടറെ കമ്മിറ്റി അല്ലേ, ഈ ബാക്ക് വലിഞ്ഞ് പതിയെ കളിച്ചാൽ മതി എന്ന് പറയുന്നത് അവന്റെ കയ്യില്. പതിയെ കളിച്ചോ, ഞാൻ പറയട്ടെ, ഇത് പതിയെ കളിച്ചേ. 45 മിനിറ്റ് ഉണ്ട്. നിർത്തിയിട്ടുണ്ട്. ഇത് നിൽക്കുന്നവരെ പിന്നെ വേറെ വണ്ടി. ലോക്കി റെഡിയാക്കി. ഒരു വണ്ടി ഫ്രണ്ട് പോയി നിൽക്കും. പിടിക്കടാ. എടുക്കാം. നോക്ക്, നിന്റെ കോള് കിട്ടണം, ഓൺ ഫുട്ട്. 3 നടുക്കുണ്ട്, അങ്ങറ്റത്തുണ്ട്. റെഡിയാണോ? എടാ ഇറങ്ങി ടയർ പൊട്ടിക്ക്. വാ ആ ടയർ പൊട്ടിക്ക്. എടാ കേറ് വണ്ടി കേറ്. ഓക്കെ എവിടെ? സാഗര നീ മറ്റവരെ ഫോളോ ചെയ്തോ, നമ്മൾ ഈ പീഡി നോക്കിക്കോളാം. നീ ആ ഇതിനെ ഫോളോ ചെയ്തോ, കൺസൈൻമെന്റ്. ഫിനിഷ് ചെയ്യ് വേഗം. ഒന്നെങ്കിൽ ഒന്ന്. ചത്തില്ലേ? വണ്ടി എടുത്തോ. വണ്ടി കയറ്.
ഇപ്പൊ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്, ഇപ്പൊ ഒരു ചെറിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ബാ തിരിച്ചു വാ കുത്തിക്കോ, ഒന്നും നോക്കണ്ട, കുത്തു പോയിറങ്ങ് വേഗം. നിങ്ങൾ അവിടെ കുത്തിക്കോ, ഞാൻ ഡിസ്ട്രാക്ട് ചെയ്യാ. കുത്ത്. ഹോക്കി വേഗം ഇറങ്ങി അടിച്ചിട്ട് തിരിച്ചു കയറ്. കേറ് ഹോക്കി തിരിച്ചു കയറ്. നമ്മൾ ചാവും. ഹോക്കി തിരിച്ചു കയറ്. ചാവും. ഓക്കെ, നിങ്ങൾ ഇവിടെ കുത്തിയില്ലേ, നിങ്ങൾ ആ ഫൈറ്റ് എടുക്ക്. ഇവിടെ ഡിസ്ട്രാക്ട് ആയിട്ടുണ്ട്. ആരാ ഇവിടെ കുത്തിയിട്ട് കാര്യമില്ല. നിങ്ങൾ ലോ ഗ്രൗണ്ടാ, ഹൈ ഗ്രൗണ്ടിൽ കൊണ്ടുപോയി കുത്തറാ. ഹൈ ഗ്രൗണ്ടിൽ കൊണ്ട് കുത്തറ, പറയുന്ന കേക്കടാ. നീയൊക്കെ എന്തിനാ ഈ താഴെ കൊണ്ട് കുത്തുന്നേ? ഓക്കെ, ഇറങ്ങ്. ഇതിപ്പോ ചാവും. നോക്കി കളിക്കാം. പിക്ക് കൊടുക്കല്ലേ. വണ്ടോണേ. ഓക്കെ, ഞെക്കടാ. നിനക്ക് ഡിങ് കിട്ടി. എടാ, എന്റെ കൂടെ ഉള്ളൊരു ഫ്രണ്ടിലോട്ട് പുഷ് ചെയ്താ. ഇങ്ങോട്ട് വാ. പറയുന്നേക്ക്. നമ്മൾ 3 പേരേ ഉള്ളൂ. നോക്കി കളിച്ചാൽ മതി, പതിയെ കളിച്ചാൽ മതി. എടാ ബേക്കറങ്ങ, ആ റിജി തന്നെ എടുക്കാം. അങ്ങോട്ട് പുഷ് ചെയ്ത് പോകണ. ഇത് ഏത് പൊട്ടനാ? തിരിച്ചിറങ്ങടാ. അങ്ങനെ പുഷ് ചെയ്യല്ലേ. നിങ്ങൾ ആ സ്ഥലത്ത് നിന്നോ. എന്നെ മാത്രമേ കണ്ടിട്ടുള്ളൂ. നിങ്ങൾ ആ സ്ഥലത്ത് തന്നെ നിന്നോ. എടാ ഇവിടെ നിൽക്ക്. ഹോക്കി സാഗര ഇവിടെ നിൽക്ക്. അവർ എന്നെ മാത്രമേ കണ്ടിട്ടുള്ളൂ. നിങ്ങൾ അവിടെ തന്നെ നിൽക്ക്. റീലോഡ് സ്കിൻ അടിച്ച് പതിയെ കളിച്ചാൽ മതി. പതിയെ കളിക്ക്. എന്നെ മാത്രമേ കണ്ടിട്ടുള്ളൂ, നിങ്ങളെ കണ്ടിട്ടില്ല. ഞാൻ പറയുന്നേക്ക്, പതിയെ കളിച്ചാൽ മതി. അവരിങ്ങോട്ട് പുഷ് ചെയ്യണമെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്തോളാം. ഓക്കെ. എടാ വരുന്നുണ്ട്. KV വണ്ടി എടുത്താ വരുന്നേ. എടാ KV വണ്ടി നോക്കടാ. ഇവിടെ നോക്കടാ, ബാക്ക്. എടാ മലര്. വെയിറ്റ് നോക്കി കളിയാ. ഒരുത്തനോടെ ഉള്ളു, ഈ ട്രക്കിന്റെ പുറകിനാണേ. പറഞ്ഞിട്ട് കാര്യമില്ല, പോയി കൺസ്യൂമന്റ് പോയി. എടാ ഇതാരാ ഇപ്പൊ വന്ന് ഫൈറ്റ് ചെയ്യുന്നത്? അപ്പൊ ഇവൻ അലൈവ് ആയിരുന്നോ? പതിയെ കളിക്ക്, റീലോഡ് സ്കിന്റെ പതിയെ. ഈസി. ലാസ്റ്റ് വേന. അയ്യോ, ലാസ്റ്റ് 2 പേരുണ്ട്. ചത്തി. പറഞ്ഞിട്ട് കാര്യമില്ല, ഹോൾഡ് ആവണം. ഇവിടെയാണ് ചാവുന്നത്. ഇവിടെയാ ചാവുന്നത്. ഞാൻ പറഞ്ഞുതരാം. എന്റെ വണ്ടിയുടെ അടുത്ത് വന്നിരിക്കുന്ന ഏതൊരു വണ്ടിയാ. അൾട്രോൺ ആണോ? എടാ അൾട്രോണിന്റെ വണ്ടിയാണെന്നാ എനിക്ക് തോന്നുന്നത്. ആണോ? ഇടിച്ചതാ എന്റെ അടുത്തുള്ള അവൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ വന്നതും വേറൊരു. ഞാനും ചാവാനുള്ളതാ അവിടെ. അതാ ഞാൻ പറയുന്നത്. കണ്ടോ, അത് ലോ ഗ്രൗണ്ടാ. സോറി, ഇന്നലത്തെ മിനിയാത്തെങ്ങാണ്ട് ലൈവ് ഇതാവുന്നുണ്ടോ? അല്ലല്ലോ. അവന്മാര് പക്ഷെ എന്നിട്ട് അവര് ഇവിടെ കുത്തി, പക്ഷെ ലേറ്റ് ആയി പോയി. അപ്പോഴത്തേക്കും കളി കയ്യിൽ പോയി. ഓക്കെ, വിഷസ് ജെറ്റ് ഡൗൺ. ഓക്കെ, എക്സ്പീരിയൻസ് ഒരു പ്ലെയർ ഡൗൺ ഇവിടെ. ഓക്കെ, ജപ്പാൻ ടാഞ്ചി വിഷസ് ഗബ്രിയൽ മാർക്കോ. ഓക്കെ, സപ്പോർട്ട് കിട്ടി ഗബ്രിയൽ മാർക്കോയ്ക്ക്. ജപ്പാൻ ടാഞ്ചി ഡൗൺ. ഓക്കെ, KVയിലെ 3 പ്ലെയേഴ്സ് ബാക്കിൽ നിന്ന് വരുന്നുണ്ട്. PDയിലെ 4 പ്ലെയേഴ്സ് ബാക്കിയുണ്ട്. 1 2 3 4 5 പ്ലെയേഴ്സ് ഉണ്ട് PDയിലെ ഇവിടെ.
ഇവിടെ നിറച്ചുണ്ട് ബോഡി. താഴെ കുത്തിയവരുടെ ഇതൊന്നും കാണാനില്ല. താഴെ KVA expert. ഓക്കെ 3 KVA മെമ്പേഴ്സ് ആണെന്ന് തോന്നുന്നു. 1 2 3 ഹിറ്റ്മാൻ ബാഗിൽ കൂടെ ഓടി ഒരു റൊട്ടേറ്റ് ചെയ്ത പ്ലാനാണ് തോന്നുന്നു എനിക്ക്. ഞാൻ വെറുതെ ഞാൻ ലോറിയുടെ അവിടെ ഞാൻ എത്തിയതാ. എന്നിട്ട് ഞാൻ ഇവരെ അവിടെ നിർത്തിയിട്ട് ഞാൻ ചുമ്മാ ബാക്ക് വലിയുന്ന പോലെ കാണിച്ചു. എന്ന് വെച്ചാൽ അവിടെ ആരും ഇല്ല, അവിടെ നിന്ന് ബാക്ക് ഇറങ്ങി എന്ന് കാണിക്കാനാണ് ഞാൻ ബാക്ക് ഇറങ്ങുന്നത്. എന്നിട്ട് ഞാൻ ഇവരുടെ അടുത്ത് പറയാം, എടാ നിങ്ങൾ അവിടെ നിന്ന് അനങ്ങല്, ഇവരവിടെ ഉള്ള അറിയാൻ പാടില്ല, മനസ്സിലായോ? പക്ഷെ അപ്പോഴത്തേക്കും ഇതാ അറിഞ്ഞ്. ഓക്കെ മാർക്കോ സാഗർ എടാ പൊട്ടക്കിന്ന് നീ സാഗർ അതുപോലെ ഞാൻ കണ്ടു. സാഗർ ഇങ്ങോട്ടേക്ക് കയറി ഓടാൻ നോക്കും. അങ്ങനെ ഫൈറ്റ് എടുക്കില്ല സാഗറെ. നിനക്ക് ഒരു അഡ്വാൻറ്റേജ് വേണം നീ ഫൈറ്റ് എടുക്കാൻ പോയി. ഇതുവഴി ഇങ്ങനെ ഓടി ഫ്രണ്ട് കയറി പോകാൻ പോയപ്പോ ഞാൻ വഴക്ക് പറഞ്ഞു ബാക്ക് ഇറങ്ങാന്ന് പറഞ്ഞിട്ട്. വണ്ടി ഓഫായി. ഓക്കെ ഒരു 2v2 നമുക്കിവിടെ കാണാൻ പറ്റും. സാഗർ ഹോക്കി വിസസ് കമാരൻ ആൻഡ് ഗബ്രിയൽ. ഓക്കെ ബാക്കിന്ന് നമ്മുടെ ഓക്കെ ബാദുഷ കയറി ഒരു 1v1 എടുക്കാൻ നോക്കുന്നുണ്ട് ഇവിടെ. ബാദുഷ വിസസ് ഞാൻ ഇവിടെ മിസ്സായി പോകും. ഓക്കെ ഹിറ്റ്മാൻ റീലോഡ് ആയെന്ന് തോന്നുന്നു അവിടെ. ബാദുഷയ്ക്ക് നല്ലൊരു സമയമായിരുന്നു ഹിറ്റ്മാൻ അടിച്ചിടാൻ വേണ്ടി. ഓക്കെ ബാദുഷ ഹിറ്റ്മാൻ അടിച്ചിട്ട് ഇവിടെ കമാരൻ ഡൗൺ. ഓക്കെ 2v2 ആണെന്ന് തോന്നുന്നു ഇവിടെ. ലാസ്റ്റ് 1v3 ആയിരുന്നു. അത് 1v2 അല്ല 3 PDയും 1 KVA ഹോക്കിയും ഉണ്ട്. ഓക്കെ ബാദുഷ അവിടെ ഹോക്കിനെ ഓക്കെ സോറി 1 വേ ആണെങ്കിൽ പറ്റില്ല. അതേപോലെ ഹൈറ്റ് അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിലും ഓക്കെ ഇവിടെ 1v1 കാണാൻ പറ്റും. റാം വിസസ് ഹോക്കി. ഹോക്കി 1 HP. അവിടെ ചിന്നാടൻ കയറി വന്നിരുന്നെങ്കിൽ ഹോക്കി ഡൗൺ ആക്കായിരുന്നു. ഓക്കെ എന്തായാലും നല്ല ഒരു സെക്കൻഡ് ഇവിടെ ഫോളോ ചെയ്തോ. നമ്മൾ ഈ വീഡിയോ നോക്കിക്കോളാം. നീ ഇതിനെ ഫോളോ ചെയ്തോ. കൺസ്യൂമന്റ് വേഗം വേഗം എന്തെങ്കിലും പറഞ്ഞോടെ. വണ്ടി എടുത്തോ. എടാ ഡാൻജി നീയും കൂടെ അവിടെ കുത്തിയിരുന്നെങ്കിലേ ഡാൻജിയും കൂടെ അവിടെ കുത്തിയിരുന്നെങ്കിലേ നമുക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ടായത്. ഇവിടെ ബ്രേക്ക് പിടിച്ച് കിട്ടിയില്ല. പക്ഷെ നമ്മള് കറക്റ്റ് കൊണ്ട് കുത്തിയിരുന്നു. നമുക്ക് എടാ അപ്പൊ ഇനി സിറ്റുവേഷൻ ഒന്നും എടുക്കാൻ വേണ്ടി പോകണ്ട, നമുക്ക് കണ്ണില്ല, അത് ആലോചിച്ചോ. ഇപ്പൊ ഇടുന്നൊരു കണ്ടി ഇറങ്ങും. ഇവനെ പിടിക്കേണ്ടിട്ട് ഇവിടെ പിന്നാലെ പോയിട്ട് അവന് നമ്മൾ അടുത്ത ആള് വരും. നിങ്ങൾ ഇവിടെ കുത്തിയില്ലേ? നിങ്ങൾ ആ ഫൈറ്റ് എടുക്കും. ഇവിടെ ഡിസ്ട്രാക്ട് ആയിട്ടുണ്ട്. ഇവിടെ കുത്തിയിട്ട് കാര്യമില്ല. നിങ്ങൾ ഹൈ ഗ്രൗണ്ടിൽ കൊണ്ടുപോയി കുത്തറ. എനിക്ക് ദേഷ്യം വന്ന് ഡാൻജി കൊണ്ട് താഴെ കുത്തിയിരിക്കും അവരെ. എന്നിട്ട് ബാക്ക് സ്റ്റാ വന്ന അവന്റെ താഴെ കുത്തിയിട്ട് അവനെ എടുത്ത് നൈസ്. ഇവനെയും കൂടി കിട്ടായിരുന്നു. പക്ഷെ അപ്പോഴത്തേക്ക് എന്നെ സൈഡിൽ നിന്ന് കുഴപ്പമില്ല. അതായത് ഞാൻ എനിക്ക് ആ വണ്ടിക്കകത്ത് ട്രക്കിലുള്ളത് നമുക്ക് പറയുന്ന പണിയും നിനക്ക് ഉറപ്പില്ല. അത് അവന്റെ മൂട്ടിലാദ്യം പോയത്. അവൻ ചുമ്മാ വന്ന് പറഞ്ഞു ബാഗിൽ നമ്മളെ കില്ലിടും. സത്യത്തിൽ ഈസി ആയിരുന്നു. നമ്മുടെ ഒരു പോയി പോസായി. നീ തെറിയും വിളിച്ച് ഇങ്ങനെ പുറത്തിരുന്നോടാ വൃത്തി. തെറിയും വിളിച്ച് പുറത്തിരുന്നോടാ നീ. ഇവിടെ എന്താ പറഞ്ഞാല് കൊറച്ച് ഷീൽഡ് ഒന്നും പോയ നീ കൊണ്ണേ നൈസടാ നൈസ്. ഓ ഇവിടെ ബാക്കിൽ ആളുണ്ടായിരുന്നു. ഡാൻജി നിന്റെ POV പ്രാക്ടീസിൽ അന്നൊക്കെ അടിച്ചിട്ട് കൊണച്ചാണല്ലേ പാട്ടി. ഞാൻ നോക്കി കൊണ്ട് കുത്തിയ സ്ഥലം കണ്ടോ? അവരെ താഴെ അത് അവിടുന്ന് എഴിഞ്ഞു പോകുന്നതായിട്ടേക്ക്. ഇപ്പഴാണ് ഞാൻ നോക്കുമ്പോഴേ ഇവിടെ വന്ന് ഇന്ന് 2 എണ്ണം. അവിടെ അത്രയും പേര് ജീവൻ കൊടുത്ത് കളിക്കുക. ഇവിടെ 2 എണ്ണം വന്ന് താഴെ നിന്ന് മേലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നീ ഇച്ചിരി വന്ന് നേരത്തെ വന്നിരുന്നെങ്കിൽ നമ്മുടെ കളിയായിരുന്നു ഇത്. ഡാൻജി ഇച്ചിരി കൂടി നേരത്തെ അവിടെ എത്തണമായിരുന്നു.
അവനെയും കൂടി കിട്ടാറുണ്ടോ എനിക്ക്? ഇവനെ കിട്ടി രണ്ടെണ്ണം ജസ്റ്റിസ്. അപ്പോഴത്തേക്ക് ഗണ്ണ് അടിക്കാൻ പറ്റില്ല. വലിയ ഹിറ്റും ഉണ്ട്. ഉം. അപ്പൊ കക്കാശി പറഞ്ഞ അവരുണ്ടല്ലോ കവർ ചെയ്യും. അപ്പൊ നമുക്ക് അവിടെ എടാ നിന്റെ അടുത്തൊക്കെ ഞാൻ ഇവിടെ നിന്ന് ആദ്യമേ പറഞ്ഞതാ, നിങ്ങൾ ടയർ പൊട്ടിച്ചിട്ട് കേറി പോണം, ഇവിടെ എങ്ങനെ നിക്കാൻ പാടില്ല. ഞങ്ങള് വന്നതിന്റെ ആണോ? ആ ടയർ പൊട്ടിച്ച നമ്മുടെ വണ്ടി തിരിച്ചു കയറാ. നമ്മുടെ പക്ഷെ ഇത് അറിഞ്ഞിട്ടില്ല നമ്മുടെ അടുത്തൊരു വാക്ക് പറയണ്ടേ. ഞാനെന്താന്നറിയാൻ പറ്റുമോ, ആ. ഈ സാഗർ കോൾ വരുന്നില്ലേ മലയുടെ വേണ്ടി അടി കിട്ടുന്നത് മാറാന്ന്. അപ്പം ഉം. നിങ്ങൾ കണ്ടു കാണും. ഇല്ലില്ല നമ്മള് കണ്ടിട്ടില്ല. പ്ലേ ചെയ്തേ. ഇവൻ അതല്ല അതും അല്ലാതെ ഇവൻ വണ്ടി എടുത്തു. എടാ ഇങ്ങനെയൊക്കെ കിട്ടുമ്പോ ഒന്ന് കരയടാ, ഉറക്കം ഒന്ന് കരയടാ റേഡിയോയില്. വേറൊരു കാര്യമുണ്ട് മരമണ്ടന്മാരെ, നിങ്ങളുടെ അടുത്തൊരു കാര്യം പറഞ്ഞു, എന്നെ അങ്ങോട്ട് വേണ്ടി വെടിവെക്കരുത്. നമ്മളെ വണ്ടിയൊക്കെ പുറകിലുള്ള ഹോക്കിക്ക് എന്തോ ഭാഗ്യമുണ്ട്. ചരട് മന്ത്രിച്ച് വണ്ടിയുടെ അകത്ത് കയറി നോക്കുവേ. ആ. അവൻ നമ്മളടിക്കും. അവനെ ഞാൻ തളവതിയൊക്കെ വന്നിട്ട് അടിക്കും. നിങ്ങൾ അടിക്കുമ്പോ ഞാൻ ഇറങ്ങും. നമ്മുടെ ഒറ്റ വണ്ടിയായിട്ട് എടാ എന്നിട്ട് ഞെക്കാത്തെന്താ അവനെ? ഓ പോയല്ലേ. ഇവൻ ഈ സമയത്ത് പെട്ടുപോയി അവന്മാര്. ലേറ്റ് ആയി പറഞ്ഞില്ല അതിന്റെ കാര്യം കാണിച്ചു. ഇവിടെ കൊണ്ടിട്ട് ഇങ്ങനെ പോകും. മാത്രമേ ഇറങ്ങിയിരിക്കണുള്ളൂ, ബാക്കിയെല്ലാം കേറിയിരിക്കുവാണ്. നമ്മള് കറക്റ്റ് ആയിട്ടേ നമ്മള് ഡിസ്ട്രാക്ട് ചെയ്ത് ഇവിടെ നിങ്ങൾ അവിടെ കുത്തുന്നതിന് മുന്നേ നമ്മൾ ഇവിടെ കുത്താന്ന് വിചാരിച്ച, പക്ഷെ അപ്പോഴത്തേക്ക് ഇങ്ങോട്ട് പുഷ് ചെയ്ത് കാണിച്ചേ. ഓക്കെ കാണിക്കേ. നിങ്ങളിങ്ങനെ പറയും. അങ്ങ് ബെയിറ്റ് ആവാന്ന് വിചാരിച്ചതാ എന്റെ വണ്ടിയെ. ആ. അപ്പോഴത്തേക്ക് ദാ ഇത് കണ്ടോ, ഒരു വേട്ടാവളിനെ കണ്ടോ ഇവിടെ. അവിടെ കുത്താൻ പറഞ്ഞത് ഇവിടുന്ന് വേറൊരു വേട്ടാവളിയെ അവരെ അണ്ണാക്കി കൂടെ ഇങ്ങോട്ട് വരുവാ. എനിക്ക് ഇതൊക്കെ കാണുമ്പോ ചൊറിഞ്ഞു വരുവാ. ഇവിടെ കുത്തും. ഇവരെ ദാ ഇത് കണ്ടോ ഡാഞ്ചി, അവൻ ഇവിടെ കറങ്ങി കിടക്കുക. നമ്മള് ഇവിടെ ഇറങ്ങുമ്പോ ഇവിടെ ആളുണ്ട്, അപ്പൊ ഞാൻ നോക്കിയിട്ട് പറയും തിരിച്ചു കയറാൻ പറയും, ഇല്ലേ ചാവൂന്ന് ഞാൻ പറയും. ആദ്യമായിട്ട് വണ്ടി പിടിപ്പിച്ചേനെ. അവൻ പ്രാക്ടീസ് ഒക്കെ ചെയ്യുമ്പോഴേ അവൻ ഓട്ടിക്കുന്നയാ. അവന്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുള്ളൂ, ബാക്ക് സ്റ്റാവ്. പക്ഷേ ഇത് അവൻ കത്തി, അവൻ അതുപോലെ ചെയ്തു. അവിടെ തന്നെ നിന്നാ മതിയായിരുന്നു. അല്ല നമുക്ക് അറിയത്തില്ലല്ലോ, ഇൻഫോ ഇല്ല. അവിടെ അടിച്ച ഒരാളെന്നെ ഉള്ളു, ബാക്കിയുള്ളവർക്ക് അത് അറിയത്തില്ലായിരുന്നു, ഇൻഫോ ഇല്ലായിരുന്നു. അല്ലെങ്കിൽ അവിടെ കമ്മിറ്റ് ചെയ്തേ. ഞാൻ ലൈവ് കണ്ടപ്പോ അവിടെ ഒരു വണ്ടി കുത്തുന്നുണ്ട്, പിന്നെ വണ്ടിയെ കാണുന്നില്ല. ഞാൻ അവിടെ ടാൻജിന്റെ വിചാരിച്ചു. ഹോക്കി എത്ര വിക്ക് എടുത്തു മൊത്തം? 4-5 വിക്കുന്നുണ്ടോ? 4 വിക്കും. ഓക്കെ നൈസ്. ഞാൻ 3, പിന്നെ ഞാനൊന്ന് എടുത്തു, അത് ചുമ്മാ അടിച്ചപ്പോ കിട്ടിയതാ. തലപതി 2 വിക്കല്ലേ? 2 വിക്ക്, എനിക്ക് എല്ലാ സൈഡിലും സൗണ്ട് 6, 7, 9 വിക്ക്. അപ്പൊ പിന്നെ ബാക്കി ഇറക്കിയ വിക്ക് എടുത്തേ. ഡാൻജി വിക്ക് എടുത്തില്ലേ? 10 വിക്ക്. അപ്പൊ ബാക്കി വിക്ക് ഇനിയുണ്ട്. അമ്മായി 2 അതൊക്കെ കൂട്ടി അതൊക്കെ കൂട്ടി 10 വിക്ക് ടോട്ടല്. ഇനി പിക്ക് പറയത്താല് ഇവൻ പോയതുണ്ടോ അമ്മായി? ഇവൻ പോകുന്ന നോക്കിയാണ്. ക്വാർട്ടർ കളിക്കുവാടാ, പക്ഷെ അവൻ പെട്ടുപോകും. അവന്റെ അടുത്ത് ഞാൻ പറഞ്ഞതാ, എടാ നിന്നെ സപ്പോർട്ട് ചെയ്യേണ്ട ഗതി നമുക്ക് വരരുതെന്ന് ഞാൻ അവന്റെ അടുത്ത് ഞാൻ പറയുന്നുണ്ട് ഈ കളിയുടെ മുന്നേ. എന്ന് വെച്ചാ സ്റ്റാൻഡിൽ വെച്ചിട്ട് മറ്റേ അവിടെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കത്തില്ല, അപ്പൊ ഞാൻ പറയുന്നുണ്ട് ക്വാർട്ടറിൽ നിനക്ക് ബാക്കപ്പ് വരേണ്ട ഗതി നമുക്ക് വരല്ലേ എന്ന് ഞാൻ പറയുന്ന. പക്ഷെ അത് കറക്റ്റ് അതേപോലെ തന്നെ വന്ന്.